വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫെബ്രുവരി 19 തേഴ്സ്ഡേ ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ള ഒരു നമ്മുടെ അനാലിസിസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ട്രേഡിംഗ് ആണ്. ഇതിൽ ട്രേഡിംഗ് നമ്മൾ ഈ ഒരു അനാലിസിസ് 100% റൈറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും ഓൺ റിസ്കിലും ഓൺ സ്ട്രാറ്റജി ഉപയോഗിച്ചും മാത്രമായിരിക്കണം. നമ്മളുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം മോർണിംഗ് ഒരു 12:30 വരെയുള്ള ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഇന്നലെ മാർക്കറ്റ് സെൽ ഡയറക്ഷൻ ആയിരുന്നു ഓവറോൾ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ഈവനിങ്ങോടുകൂടി മാർക്കറ്റ് ഒരു ബൈ ഡയറക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ എടുക്കുന്ന ടൈം ഫ്രെയിം 1 hour 2 hour ഒക്കെ ബൈ ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. നിലവിൽ 4 hour ആണ് ഇനി ബൈ ട്രെൻഡിലേക്ക് മാറാനുള്ളത്. അതും വളരെ പെട്ടെന്ന് തന്നെ ബൈയിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 4 hour കൂടി ബൈ ട്രെൻഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും വലിയൊരു അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഇന്ന് രാവിലെ മാർക്കറ്റ് ഒരു സെൽ ഡയറക്ഷൻ വളരെ ചെറിയ രീതിയിൽ ഒരു സ്കാൽപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ കാണിച്ചിരുന്നു. ഒരുപാട് ഡൗൺ ആകാനുള്ള ഒരു ചാൻസസ് അവിടെ ഉണ്ടായിരുന്നു. അതായത് 4989 നിന്ന് 4960 വരെ ഒരു ബ്രേക്ക് വന്നിരുന്നു. അപ്പോൾ ആ 4960 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആകുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി റിജക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു റിജക്ഷൻ അവിടെ സംഭവിച്ചിട്ടില്ല. പിന്നീട് 4966 ലെവലിലേക്ക് വന്നിട്ട് മാർക്കറ്റ് വളരെ വേഗത്തിൽ തന്നെ മുകളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അപ്സൈഡിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് ഒരു പ്രോപ്പർ എൻട്രി അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഒരു എൻട്രി, എവിടെയും ഒരു റിജക്ഷൻസ് അധികം കൊടുക്കാതെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏകദേശം നമുക്ക് പ്രൈസ് വന്നിരുന്നത് 5012 റേഞ്ചിലാണ്. ആ ഒരു റേഞ്ചിലാണ് നമ്മൾ പിന്നീട് ഒരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5012 ഇപ്പോൾ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 5020 റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 5018 എന്ന് പറയുന്നതും 5018 അതുപോലെ തന്നെ 5022 ആ ഒരു റേഞ്ചൊക്കെ ഒരു റിജക്ഷൻ ഏരിയ ആണ്. പക്ഷേ അവിടെ നിന്നും വലിയൊരു റിജക്ഷൻ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. അവിടെ നിന്നും മാർക്കറ്റ് എവിടെയും, അതായത് ഒരു റെസിസ്റ്റൻസിനെയും അത്ര ഇതായിട്ട് സപ്പോർട്ട് ചെയ്യാതെ തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് നിലവിൽ ഗോൾഡിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5050, അതായത് 5019 5020 21 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് 5038 അതുപോലെ തന്നെ 5048 58 റേഞ്ചുകളിലേക്കൊക്കെ പോകും. അവിടെയൊക്കെ നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ പോയിന്റുകളൊക്കെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. പക്ഷെ മാർക്കറ്റ് റെസിസ്റ്റൻസിനെ അത്ര സപ്പോർട്ട് ചെയ്യാതെയാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ റെസിസ്റ്റൻസ് വളരെ ഫാസ്റ്റായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെല്ലിനുള്ള ചാൻസസ് നിലവിലത്തെ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് ഇല്ല. ബൈ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ബൈ എടുക്കണമെങ്കിൽ പോലും നമുക്ക് കുറച്ചൊരു റിജക്ഷൻ കിട്ടിയിട്ട് വീണ്ടും ഒരു ബൈ സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ട്രേഡ് വളരെ സേഫ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുക. കാരണം ഹൈ ടു ഹൈ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ലോസ് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പം ആ ഹൈ ടു ഹൈയിൽ നിന്ന് എടുക്കാതെ, അതുപോലെ തന്നെ ഡൗൺ ആവുകയാണെങ്കിലും ആ ഒരു ലോ ടു ലോ എടുക്കാതെ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു പെർഫെക്റ്റ് എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ എൻട്രികൾ പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്, അതായത് സേഫ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം നമ്മൾ മാർക്കറ്റ് അപ്പിലേക്ക് പോകുമ്പോൾ തന്നെ പോലും ഒരുപാട് റെസിസ്റ്റൻസ് ഏരിയകൾ ആ ഒരു പ്രൈസ് പോയിന്റുകളിലൊക്കെ ഉണ്ടാകും. അവിടെ നിന്ന് ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ വലിയ റിജക്ഷൻസ് വരും. ആ സമയത്താണ് നമ്മുടെ SL കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഹിറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പേഷ്യൻസോടുകൂടി ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് മാർക്കറ്റ് ആണെങ്കിൽ അതായത് മാർക്കറ്റിനൊപ്പം ആ ഒരു ട്രെൻഡ് ലൈനിനൊപ്പം നമ്മൾ പോകുമ്പോഴാണ് നമുക്കൊരു വലിയ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. ഈ നിലവിൽ സെല്ലിന് യാതൊരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. നമ്മൾ വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത് കുറച്ചൊരു റിജക്ഷൻ വന്നതിന് ശേഷം മാത്രം ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഇന്ന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു റിജക്ഷനായിട്ട് കാത്തിരുന്നിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഇന്നത്തെ ദിവസം ബെറ്റർ ആയിട്ട് കാണുന്നത്. കാരണം ഒരു റെസിസ്റ്റൻസ് ഏരിയനെ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈവനിങ് നമുക്ക് അത്യാവശ്യം ഒരു റിജക്ഷൻ കിട്ടുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡൗൺ
ഡൗണിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഡൗണിലേക്ക് വരുന്നത് ഓൾമോസ്റ്റ് എൻട്രികൾക്കായിട്ടായിരിക്കും. കാരണം ഓൾമോസ്റ്റ് മാർക്കറ്റ് ട്രെൻഡ് ബൈയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഏകദേശം 4996, 4990 ഈ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് ബൈ പ്ലേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ ഒരുപാട് ബൈ ഓർഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 5004, 5008 ഈ ഒരു പോയിന്റൊക്കെ ബൈ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ്. പിന്നെ നമ്മളൊരു റെസിസ്റ്റൻസ് ഇപ്പോൾ ഈ നിലവിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 5028, 34 റേഞ്ചിൽ നമുക്കൊരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ 5038, 40, 42, 48 റേഞ്ചുകളിലേക്ക് മാർക്കറ്റിനൊരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. മിനിമം ഒരു 100 പിപ്സ് എങ്കിലും ചിലപ്പോൾ റിജക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. ആ 48നെയും ബ്രേക്ക് ചെയ്താൽ പിന്നെ 56 പോയിന്റ്, 5056, 58 റേഞ്ചുകളാണ്. അവിടെയും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 58 ബ്രേക്ക് ചെയ്തിട്ടില്ല, 68, 74, 78 റേഞ്ചാണ്. ആ 78നെ 5078നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ മാർക്കറ്റ് ഹ്യൂജ് ലെവലിലേക്ക് പോകും. 5084, 90, 5100 പോയിന്റിലേക്ക് പോകും. പിന്നെ നമുക്കൊരു വലിയ റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് 5112, 5108 ആ ഒരു പോയിന്റാണ്. പക്ഷെ അത്രയും ഫാസ്റ്റായിട്ട് ഈ ഒരു ഡേ ടൈമിൽ പോകണം എന്നില്ല. പക്ഷെ നമുക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഈവനിങ്ങിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇപ്പം വലിയ റിജക്ഷൻസ് ഒന്നും തരാതെയാണ് ഇപ്പോൾ ഡേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ നമുക്ക് ചെറിയൊരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ റിജക്ഷൻ ടൈമിൽ പോലും നമ്മൾ കൂടുതൽ ബൈ എൻട്രികളിൽ ഇന്ന് ഫോക്കസ് ചെയ്യുകയാണ് എങ്കിൽ, അതായത് മാർക്കറ്റ് ട്രെൻഡ് സെല്ലിലേക്ക് വരാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ബൈ എൻട്രികൾ തന്നെ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയായിട്ട് നിലവിലത്തെ ഒരു അനാലിസിസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സെഷനിലാണോ ചെയ്യുന്നത് ആ ഒരു സമയത്ത് കറക്റ്റ് ക്യാൻഡിൽസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം, കാരണം ഓരോ ടൈം മാറുന്നതിനനുസരിച്ച് മാർക്കറ്റിൻ്റെ ഡയറക്ഷനും മൂവ്മെൻറ്റ്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ റിസ്ക് ഓരോ ടൈം ഫ്രെയിമിനുള്ളിൽ കൂടിക്കൊണ്ടിരിക്കുകയും കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ആദ്യം ഒരു സെല്ലായിരുന്നു കൊടുത്തിരുന്നത്, ഒരു 80 പിപ്സോളമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈ കൺഫർമേഷൻ കിട്ടിയപ്പോൾ എക്സിറ്റ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് വലിയൊരു പെർഫെക്റ്റ് എൻട്രി അവിടെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ബൈ പ്ലേസ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടില്ല. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ XIUSD ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്